കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. ഒന്ന് കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. കാതുകുത്തി കൈതോല തൂക്കിയപ്പം കടച്ചില് മാറിയോടി പൊന്നേ, കാതുകുത്തി കൈതോല തൂക്കിയപ്പം കടച്ചില് മാറിയോടി പൊന്നേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്തോടി കുഞ്ഞു ചിരുതൈ പെണ്ണേ, ഇപ്പൊ കാണാൻ എന്തൊരു ചന്തോടി കുഞ്ഞു ചിരുതൈ പെണ്ണേ. ആ ഏ ഓ ആ ഏ ഓ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ. ഞങ്ങൾ തിരുവനന്തപുരം റൂറലിലെ കേഡറ്റ്സുകളാണ്. വളരെ നല്ല ക്യാമ്പായിരുന്നു ഇത്രയും ദിവസവും ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഫസ്റ്റ് പ്ലറ്റൂണിലുള്ളതും സെക്കൻഡ് പ്ലറ്റൂണിലുമായിട്ടാണ് നിൽക്കുന്നത്. ആദ്യത്തെ ദിവസം വിജയൻ സാറിനോടൊപ്പമാണ് നമ്മൾ ക്രോസ് കൺട്രിക്ക് പോയത്. വളരെ നല്ല അനുഭവമായിരുന്നു. സാറ് ഞങ്ങളെ കൊണ്ട് 10 കിലോമീറ്റർ കനോകുന്ന് പാലസ് വരെ ഓടിപ്പിച്ചു. ആദ്യം തളർച്ച തോന്നിയെങ്കിലും പിന്നീട് അത് രസകരമായി തോന്നി. വളരെ നല്ല അനുഭവമായിരുന്നു. എല്ലാ CPO നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വളരെ സപ്പോർട്ടായിരുന്നു. പ്രകാശ് സാറ്, ജയകുമാർ സാറ്, റജി സാറ് എല്ലാവരും നമ്മളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം വളരെ മനോഹരമായിരുന്നു. എല്ലാ പ്രോഗ്രാംസും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുപോലെ പ്രമുഖരായ ഒരുപാട് വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. കേരളത്തിലെ IPS ഓഫീസേഴ്സായ സന്ധ്യ മാം, ശ്രീലേഖ മാം, അനന്തകൃഷ്ണ സാറ്, പ്രത്യേകിച്ച് വിജയൻ സാർ എല്ലാ ദിവസവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും അവരൊക്കെ പെരുമാറിയത്. വളരെ രസകരമായിരുന്നു ക്യാമ്പ്. നമ്മളിവിടെ ഇപ്പോൾ തിരുവനന്തപുരം SAP ക്യാമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ SPC കുട്ടികളുടെ 4ാമത് സമ്മർ സ്റ്റേറ്റ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു നമുക്കിവിടെ സമ്മാനിച്ചത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാമായിരുന്നു. ഒത്തിരിയേറെ നമ്മുടെ SPC കുട്ടികളിൽ തന്നെ ഒത്തിരിയേറെ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ഒത്തിരിയേറെ നല്ല നല്ല പ്രോഗ്രാമുകളായിരുന്നു ഇവിടെ. അതിൽ ഞാൻ അവിടെ വേദിയിൽ അവതരിപ്പിച്ച ഒരു കഥാപ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അഭിവന്യ കലാ സദസ്സിന് എൻ്റെ ഹൃദ്യമായ വന്ദനം. സഹൃദയരെ, സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് വിശ്വസിക്കുന്ന ധീരദേശാഭിമാനികളുടെ നാടാണ് ഈ ഭാരതം. പിറന്നു വീണ മണ്ണിൻ്റെ മോചനത്തിന് വേണ്ടി എത്രയെത്ര യുവസിംഹങ്ങളാണ് ഇവിടെ ജീവാർപ്പണം ചെയ്തിട്ടുള്ളത്. അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ സ്വാതന്ത്ര്യ കൊടി പാറിക്കാൻ പടക്കളത്തിൽ പിടഞ്ഞു മരിച്ചവർ നൂറുകണക്കിനു ധീരന്മാർ. പടക്കളത്തിൽ പിടഞ്ഞു മരിച്ചവർ നൂറുകണക്കിനു ധീരന്മാർ, 600 കണക്കിനു ധീരന്മാർ. ഇക്കൂട്ടത്തിൽ ഏറ്റവും ശക്തനും തൻ്റെടിയുമായ ഒരു വീരപുരുഷന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. സഹൃദയരെ, നമുക്കല്പനേരം തമിഴകത്തെ പാഞ്ചാലക്കുറിച്ചി എന്ന നാട്ടുരാജ്യത്തേക്ക് കടന്നു ചെല്ലാം. അവിടെയാണ് നമ്മുടെ കഥ നടക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഭാരതത്തിൽ ചുവടുറപ്പിച്ചിരുന്ന കാലം. അക്കാലത്ത്
പാഞ്ചാലക്കുറിച്ചിയിലെ രാജാവായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. വെള്ളക്കാർ നമ്മുടെ മണ്ണിൽ കാലുകുത്തുന്നതും നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുന്നതും അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ ചുറ്റുപാടുമുള്ള പല നാട്ടുരാജാക്കന്മാരും ഇതിനകം തന്നെ വെള്ളക്കാരുടെ ആശ്രിതരായി മാറിക്കഴിഞ്ഞിരുന്നു. കട്ടബൊമ്മനിൽ നിന്നും കർശനമായി കരം പിരിക്കുവാൻ വെള്ളക്കാർ പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചു. പക്ഷേ യശണി കേട്ടും ഭീഷണി കേട്ടും ബൊമ്മൻ പതറിയതില്ലെന്നാൽ, യശണി കേട്ടും ഭീഷണി കേട്ടും ബൊമ്മൻ പതറിയതില്ലെന്നാൽ, നാടിൻ മാനം കുരുതി കൊടുക്കാൻ തയ്യാറായതുമില്ലെന്നാൽ, നാടിൻ മാനം കുരുതി കൊടുക്കാൻ തയ്യാറായതുമില്ലെന്നാൽ, തയ്യാറായതുമില്ലെന്നാൽ. നമുക്ക് ഈ ക്യാമ്പിൽ നിന്ന് 7 ദിവസം നടക്കുന്ന ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് വളരെയധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതുവരെ നമുക്ക് ഒരിക്കൽ ചിലപ്പോൾ നമുക്ക് ഇനി കാണാൻ കഴിഞ്ഞേക്കാൻ കഴിയാത്ത വളരെ പ്രമുഖരായ ഒട്ടേറെ വ്യക്തികളെ നമുക്ക് കാണാനും പരിചയപ്പെടാനും അവരുമായി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചു. ആർ ശ്രീലേഖ മാഡം, ശ്രീലേഖ IPS, അനന്തകൃഷ്ണൻ IPS, മധു ഭാസ്കരൻ സാർ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ വ്യക്തികളുമായി നമുക്ക് ധാരാളം സമയം സംവദിക്കാൻ കഴിഞ്ഞു. ഇവരിൽ നിന്നൊക്കെ നമുക്ക് പുതുപുത്തൻ അനുഭവങ്ങളാണ് ലഭിച്ചത്. അതുപോലെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലാണ് എല്ലാവരും ക്ലാസ് എടുത്തത്. നമ്മളോട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് നമ്മുടെ കൂട്ടുകാരും എല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് ഇടപെട്ടത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളോട് സംസാരിക്കുന്നതും അവരോട് നമ്മൾ കൂട്ടുകൂടുന്നതൊക്കെ നല്ല അനുഭവമായിരുന്നു. കാരണം കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള കുട്ടികൾ വ്യത്യസ്ത ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അതൊക്കെ വളരെ രസകരമായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ കലാസന്ധ്യ, കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചത് വളരെ ആകർഷണീയമായിരുന്നു. നല്ല കുട്ടികളുടെ നല്ലൊരു അവരുടെ കലാഹൃദയമാണ് അവിടെ തുറന്നു കാട്ടപ്പെട്ടത്. വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇവിടെ ഈ ക്യാമ്പ് ഭയങ്കര ഒരു അനുഭവമാണ്. ഒരു സ്റ്റേറ്റ് ക്യാമ്പ്, SPCയുടെ സ്റ്റേറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ മുമ്പ് സ്കൗട്ടിൻ്റെ ക്യാമ്പ് വയനാട്ടിൽ വെച്ച് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള വളരെ വലിയ ക്ലാസ്സുകളോ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഇന്ന് തന്നെ ഇവിടെ ADGP ക്രൈംസ് ശ്രീ അനന്തകൃഷ്ണൻ IPS സാർ ഇവിടെ സംസാരിച്ചു. അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ ബോറടിപ്പിക്കുന്നതിൽ നിന്നും മാറി അദ്ദേഹം കുട്ടികളുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അന്ധമായ ചില വിശ്വാസങ്ങളെയൊക്കെ മാറ്റി അവരെ ബോധവാന്മാരാക്കി അവരുടെ ചിന്തയെ വളർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അദ്ദേഹത്തിന് നന്ദി പറയാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അത് ഞങ്ങളുടെ തിരുവനന്തപുരം റൂറലിലെ തന്നെ അധ്യാപകരെ ഞങ്ങളെ അതിൽ സഹായിച്ചിട്ടുണ്ട്. അവർ നമുക്ക് പ്രചോദനം നൽകുകയുണ്ടായിരുന്നു. നിങ്ങൾ ഏതവസരം കിട്ടിയാൽ അത് വിനിയോഗിക്കണം. ഇനിയൊരു അവസരം നിങ്ങൾക്ക് വരില്ല. കാരണം ഞങ്ങൾ 9ാം ക്ലാസ്സിലായി. ഇതോടുകൂടി SPCയിൽ നിന്ന് ഇനിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ മാത്രമേ കാണൂ. പരേഡോ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു വിഷമമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ മെസ്സാണ്. എന്ത് വലിയ ആഹാരം! വീട്ടിൽ പോലും ഇത്രയും നല്ല ആഹാരം കിട്ടില്ല. ഞാൻ വീട്ടിലൊക്കെ ആകെ 3 ചപ്പാത്തിയൊക്കെ കഴിക്കാറുള്ള ചപ്പാത്തിയാണെങ്കിൽ ഇവിടെ ഇന്നലെ രാത്രി ഞാൻ 10 ചപ്പാത്തി കഴിച്ചു. പൊന്നെ, അവിടെ പോയി കിടന്നുറങ്ങാൻ തന്നെ കഴിഞ്ഞില്ല. ഞാൻ 12 എണ്ണം തിന്ന്. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കഞ്ഞിയും പയറെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ പോലും ഇത്രയും നല്ല ആഹാരം കിട്ടില്ല. അതിലുപരി ഇവിടുത്തെ പോലീസുകാരുടെ സഹകരണം, SAP ക്യാമ്പിലെ പോലീസുകാരുടെ സഹകരണം. എന്നിലണയുന്നൊരാഗഭാവങ്ങളാ മുന്നിൽ നിറയുന്നു സ്വരസാഗരങ്ങ. അതിലൊരു ചെറുഗണമായി സ്വരജതി പാടുക നാം. അതിലൊരു ചെറുഗണമായി സ്വരജതി പാടുക നാം. മധുരമാമോദം അതിലലിങ്ങു പാടി വിടരുന്നു നാം. നിറകതിർ പോലെ തിങ്ങിയാടുന്നു ഗപദസഗപഗരിസ. സരേ ഗപ ഗധാപ. കേരളം ശോഭിതം മോഹനം മനോഹരം. കേരളം ശോഭിതം മോഹനം മനോഹരം. അവിടൊരു സുന്ദര മംഗളദായക ഗീതമൊരുക്കുക നാം. കതിരുകൾ കൊയ്യും മാലോകർക്കാ
സരി ഗ പദ സരി സദാ പഗ ദ പ സരി ഗ പദ ഗ പ പദ സ ഗ രി സ സരി ഗ പദ ഗ പ പദ സ ഗ രി സ പാടുക നാമിനി സ്വരജതികൾ ശുഭ സ്വാതന്ത്ര്യത്തിൻ ഗീതികൾ പാടുക നാമിനി സ്വരജതികൾ ശുഭ സ്വാതന്ത്ര്യത്തിൻ ഗീതികൾ സ്നേഹതീരങ്ങളിൽ ശ്രുതിലയ രാഗഭാവങ്ങളിൽ വന്ദനം ശുഭവന്ദനം വന്ദനം ശുഭവന്ദനം സാന്ത്വനം മൃദു സാന്ത്വനം സാന്ത്വനം മൃദു സാന്ത്വനം മംഗളം 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 അനുദിനം ഇവിടൊരു മധുര മനോഹര ഗീതമുണർത്തുക സാന്ദ്രമായി അനുദിനം ഇവിടൊരു മധുര മനോഹര ഗീതമുണർത്തുക സാന്ദ്രമായി ദിനനദീം ദനനദിരനദീം ദനനദീം ദീം ദീം സനി സരി സാനി സനി സരി സ നില പഗ പദ പദ പഗരി സ സനി സരി സാനി സനി സരി സ നില പഗ പദ പദ പഗരി സ സരേ ഗ പ ഗ ദ പ മനസ്സിൻ നടവഴിയിൽ തെളിയും സ്നേഹദീപം വരമായി ഏകിടുന്നു നന്മതൻ ദീപനാളം മുഗ്ധവസന്തം നർത്തനമാടും മലയാള ശ്രീമതൻ മടിയിൽ മുഗ്ധവസന്തം നർത്തനമാടും മലയാള ശ്രീമതൻ മടിയിൽ അവിടൊരു സംഗീത സംഗമവേദി അവിടൊരു സംഗീത സംഗമവേദി തീർക്കാം നമുക്കൊന്നായി പാടാം നമുക്കൊന്നായി തീർക്കാം നമുക്കൊന്നായി പാടാം നമുക്കൊന്നായി എന്നിലണയുന്ന രാഗഭാവങ്ങളാ മുന്നിൽ നിറയുന്ന സ്വരസാഗരങ്ങൾ ഗപദസ ഗപഗരിസ അതിലൊരു ചെറുഗണമായി സ്വരജതി പാടുക നാം മധുരമാമോദം അതിലലിങ്ങു പാടി വിടരുന്നു നാം നിരകതിർ പോലെ തിങ്ങിയാടുന്നു ഗപദസ ഗപഗരിസ സരേ ഗപ ഗദാപ സരേ ഗപ ഗദാപ സരേ ഗപ ഗദാപ. ഈ നാലാമത് സമ്മർ ക്യാമ്പിനെ കുറിച്ച് എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെനിക്ക് വളരെ വലിയൊരു അനുഭവം തന്നെയാണ് നൽകിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. മാവിൽ കായ്ക്കുന്ന മാങ്ങ, തെങ്ങിൽ കായ്ക്കുന്ന തേങ്ങ, പ്ലാവിൽ കായ്ക്കുന്ന പ്ലാങ്ങ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരും.